നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളെ പിള്ളേരെ കാണാൻ വേണ്ടി വരാൻ ഇച്ചിരി ലേറ്റായി പോയി. മഴയായിരുന്നു, പിന്നെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അടുത്ത് വരെ ഒന്ന് പോകണമായിരുന്നു. പോയിട്ട് വന്ന് അവർക്ക് ചാപ്പാടുമായിട്ട് ഇറങ്ങിയതാണ്, ചോറ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു അസുഖത്താൽ ഭാര്യ മരിച്ച്. അപ്പോൾ ഇവരെ എല്ലാം നോക്കിക്കൊണ്ടിരുന്ന അയാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ കിടക്കേണ്ടി വന്നത്. ഇവരെ ഇവിടെ നിർത്തിയേക്കുന്നതും ഇവരെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് ഫുഡ് കൊണ്ടുവന്ന് സമയത്ത് കൊടുക്കുന്നതും. ഇവരിവിടെ ആകുമ്പോൾ സേഫ്റ്റി ആയിട്ട് കിടന്നോളും. ഇവർ മെഡിക്കൽ ദൂരം ചെയ്യുന്ന കാര്യമൊക്കെ ചോദിച്ച് അവർ രണ്ടുപേർക്കും വലിയ തൊടല. അവർ താഴെ ഇറങ്ങി ഇതെല്ലാം സാധിച്ചോളും. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവനങ്ങ് അപ്പുറത്ത് പോയിക്കോളും, അയ്യത്ത് പോയിക്കോളും. അവനാണ് ഫ്രീ ആയിട്ട് വിട്ടേക്കുന്നത്. ഇവരെ രണ്ടുപേരെ നോക്കി അവനിവിടെ കിടക്കും. അതുകൊണ്ട് അവനപ്പുറത്ത് കൂടുമുണ്ട് ബാക്കിലോട്ട്. ഇപ്പം മഴയാണ്ട് വെള്ളമായി എല്ലായിടും കേട്ടോ. അത് ഇപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. പേരുമൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ഇത് പിങ്കി, വെള്ളച്ചിയാണ് നമ്മുടെ പിങ്കി. വെള്ളച്ചി പാവമാണ്, കുരുത്തക്കേടൊന്നുമില്ല. അതുകൊണ്ട് അവിടെ JCBക്ക് തുറന്നതുപോലെ തുറന്ന് വെച്ചേക്കുന്നുണ്ട്. വെറും പാവം. അതുകൊണ്ട് വീട് മിക്കവാറും അവൾ ഒരു മാസത്തിനുള്ളിൽ തുറന്ന് മറിക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത വിട്ട് അവിടെ അവളെ കിടന്നോളും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, തുറന്ന് മറിക്കും അവൾ എവിടെ കിടന്നാലും. വലിയ കുഴി. ഇതാണ് പങ്കി. പങ്കി ആൾ പിന്നെ ഇച്ചിരി വില്ലത്തിയാണ്, ഇച്ചിരി വയലൻ്റ് ആകുന്ന കൂട്ടത്തിലൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ ഡോണ് മോൻ. ഡോണ് സൈലൻ്റാണ്, ആരുമായിട്ടും ഒരു അലമ്പുമില്ല, ഒന്നുമില്ല. അവന് വല്ല ഫുഡുമൊക്കെ കൊടുത്താൽ ഈ പിള്ളേരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവനിവിടെ കിടന്നോളും. അവനെ എങ്ങും ഈ ഗേറ്റിന് പുറത്തോട്ട് അവൻ ഇറങ്ങത്തില്ല. പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങനെയല്ല. സമയം കിട്ടിയാൽ അതിലേക്കൂടെ അങ്ങനെ ചാടി പോകാൻ പറ്റുമോ അവർ പോകുന്നവരാ. പോയിട്ടിഞ്ഞ് വരും കേട്ടോ. നമ്മൾ തിരക്കൊന്നും നടക്കണ്ട, അവരിഞ്ഞ് വന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മഴയല്ലേ തണുക്കത്തില്ല എന്നൊക്കെ ചോദിക്കില്ല. അവർക്ക് ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മഴ അങ്ങോട്ട് വലിയതായിട്ട് വെള്ളമൊന്നും അടിക്കത്തില്ല. ഇത്രയും വലിയ മഴ പെയ്തിട്ടും അവിടെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. തൂരാനും പെടുക്കാനുമൊക്കെ അവർ താഴെ ഇറങ്ങി സാധിക്കും. പിന്നെ ഞാൻ വന്നിട്ട് അതെല്ലാം കോരി കളയുക. അപ്പോൾ നമുക്കതേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്നാലും പിള്ളേരെ നമ്മൾ കളയത്തില്ല, പിള്ളേരെ നമ്മൾ നോക്കിയിരിക്കും. ഒരാളിനെ നമ്മൾ വേറൊരാൾക്ക് കൈമാറി. 4 പേരായിരുന്നു. ഒരു ചെറുമ്പനും കൂടെ ഉണ്ടായിരുന്നു. അത് ബെല്ല നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഡബ് ചെയ്യാതായി ഇട്ടേക്കുന്നത്. അത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്ത് നമുക്ക് സമയം വേണമെങ്കിൽ അത് തിരിച്ച് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ചോറ് കൊണ്ട് ഇച്ചിരി ലേറ്റായി പോയി. ഞാനില്ലായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി സമയം ലേറ്റായി. എന്നാലും കുഴപ്പമില്ല. രാവിലെ ഞാൻ പോയപ്പം അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് അവർ കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി താമസിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കഴിക്കുക. ഇനി പിള്ളേർക്ക് തുണിയൊക്കെ ഒന്ന് മാറി ഇട്ട് കൊടുക്കാം. നനയത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജൊക്കെ ഇട്ടേപ്പുണ്ട്. അവർ നനയത്തില്ല, അവർ ദൂരം പിടിക്കുന്നതൊക്കെ എങ്ങനെ, അതിനുള്ള സംവിധാനമൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അതുകൊണ്ട് ഇഷ്ടംപോലെ തുണി അവർക്ക് ഇരിപ്പുണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു രീതിയിൽ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പിള്ളേരെ നോക്കുന്ന പോലെ തന്നെ 4 പേരെ നോക്കിയിരുന്നതാണ്. ഒരാളിനെ നമുക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ അയാളെ വേറെ കൊണ്ടുവന്ന് കൊടുത്തത്. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ കൊടുത്താൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് തരും. അപ്പം അവർക്ക് തുണിയൊക്കെ നനഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും അവർ ചുട്ടി കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരേന്നും കൂടെ അതിൻ്റെ പുറത്തൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കാലം കൂടെ അവരിങ്ങനെ പോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് മാറ്റാം. വീടും കൂടെ ഇങ്ങനെ ഇതായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവർ നോക്കാനും കാണാനും വരിയടിക്കുകയും ചെയ്യുമ്പോൾ വീട് നശിച്ചു പോകാതെ അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ അവരെ അവിടെ ഇട്ടേക്കുന്നത്. വീടിപ്പോൾ പൊറുതിയില്ലല്ലോ, കൂട്ടിയിട്ടേക്കുമല്ലേ. അപ്പം പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ നമുക്ക് ഷീജയമ്മ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ആണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവരെ 4 പേരെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയിരുന്ന ഞാൻ അവരെ 4 പേരെയും വീഡിയോ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്. നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ കിടക്കുന്നത്. അവരെ നമ്മൾ ഭദ്രമായിട്ട് ഇട്ടേക്കുവാണ്. അതേപോലെ നമ്മൾ നോക്കും. രാവിലെ വന്ന് ഞാൻ ഫുഡ് കൊടുത്തിട്ടാണ് പോയത്. ഞാൻ ഇച്ചിരി ലേറ്റ് ആകുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് കൊടുത്തിട്ടാണ് പോയത്. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പം 3-4 മണിയായി. അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ്. ഇച്ചിരി വിശന്ന് പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്.
ഇറച്ചിയോ മീനോ എന്തെങ്കിലും ചോറിൻ്റെ കൂടെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇതാക്കി കൊടുത്താൽ മതി. അവർക്ക് വേറെ ഒന്നുമില്ല. കഴിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നോളൂ. ഡോണാകുമ്പോൾ ഇവർ രണ്ടുപേരെ നോക്കിക്കൊണ്ട് അവിടെ കിടക്കും. പക്ഷേ പങ്കിയോ പിങ്കിയോ അഴിഞ്ഞു പോയാൽ ഒരു റൗണ്ട് കറങ്ങാനൊക്കെ പോയിട്ട് പിന്നെ സൗകര്യം അനുസരിച്ച് വരുത്തുള്ളൂ. ഇതാണ് പങ്കി. പങ്കി ഇച്ചിരി കുസൃതിയുണ്ട്, അവൾ വയലൻ്റ് ആകും. നമ്മുടെ മോനെയൊക്കെ ചിലപ്പോൾ അവൻ ചോറ് തിന്നുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചെന്നാൽ ഒന്ന് മുറുമുറുക്കും. ഞങ്ങളൊന്നും ചെന്നാൽ പറയത്തില്ല. അവൻ ഇച്ചിരി കുരുത്തക്കേടുള്ളതുകൊണ്ട് അവനോട് ഇത് മുറുമുറുത്തുകൊണ്ട് ചെല്ലും. അല്ലാതെ വേറെ ആരും കുഴപ്പമില്ല. ബാക്കി എല്ലാവരും സൈലൻ്റാണ് കേട്ടോ. ഇയാളുടെ തൊടലൊക്കെ ഒന്ന് കുരുങ്ങിയിട്ടുണ്ട്. കുരുക്കഴിച്ച് വിട്ട് കൊടുക്കാനില്ലേ. കുരിയും കഴിഞ്ഞാൽ ഇയാൾക്ക് താഴോട്ട് ഇറങ്ങാനുള്ള നീളം കുറയും. അപ്പോൾ കുരുക്കൊക്കെ ഒന്ന് അഴിച്ചിട്ട് അയാൾക്ക് ഇട്ട് കൊടുക്കുക തൊടൽ. ഇപ്പോൾ കുരുക്കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നീളത്തിൽ കിടക്കും. കാരണം ഷീജേമ പോയപ്പോൾ തൊട്ട് നമുക്ക് കൂട്ടിന് വന്ന ആളാണ് ഈ കാക്ക. ഇതാരും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് തൊട്ട് ഈ ചോറ് കൊണ്ടുവരുന്ന സമയത്ത് ഇത് തിന്നാൻ കറക്റ്റായിട്ട് അവിടെ കാണും. അയാൾക്ക് ഞാനൊരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ചോറ് അയാൾക്ക് ഡെയിലി വരുമ്പോൾ കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇവരുടെ വീട്ടിൽ തന്നെ അവിടെ കാത്തിരിക്കുന്ന കാക്കയാണത്. ഈ കാക്ക അന്ന് തൊട്ട് നമുക്കുണ്ട്. ഞാൻ ഈ കാക്കയുടെ മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ഒരാഴ്ച സഞ്ചാരം കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ കാക്ക അവിടെ നിന്ന് പോകുന്നില്ല. എപ്പോൾ ചോറുമായിട്ട് വരുന്നോ അവിടെ കാത്തു നിൽക്കും. ബഹളം വെച്ചിട്ട് അവിടെ തന്നെ ഉണ്ട്. ഈ പിള്ളേരുടെ കൂടെ തന്നെ ഉണ്ട്. അയാൾക്കും അതുകൊണ്ടൊരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി. ഇച്ചിരി വെള്ളമുണ്ട്. വേണ്ട പിങ്കിച്ചിക്ക് തോരന്നൊരു കുഴിയാക്കി അവിടെ ഇട്ടേക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഇറങ്ങി അവർ ദൂരം പിടിക്കുകയൊക്കെ ചെയ്തോളൂ. പിന്നെ നമ്മൾ കോരി അങ്ങ് മാറ്റിയാൽ മതി. അതുകൊണ്ട് അതിനൊന്നും പിള്ളേർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു, ദൂരം പിടിക്കുകയൊക്കെ പിള്ളേരെങ്ങനെ ചെയ്യും, അവർക്കത് ബുദ്ധിമുട്ടല്ലേ എന്ന്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതെല്ലാം അവരവിടെ സാധിക്കും. കാരണം കാക്കയ്ക്ക് നമ്മൾ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോരി കളയണമെന്നുള്ളൂ. മഴയാകുമ്പോൾ പിന്നെ ഇച്ചിരി വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലായിടവും മഴ പെയ്യുമ്പം നല്ലപോലെ വെള്ളം നിൽപ്പുണ്ടല്ലോ. പെയ്ത്ത് വെള്ളം അവിടെ തന്നെ നിൽക്കും, ഒഴുകി പോകത്തൊന്നും വേണ്ട. പിങ്കി കുഴപ്പമില്ല, ഡോണും കുഴപ്പമില്ല. പക്ഷേ അവിടെ തലയിലെങ്ങാണം ചെന്ന് പിടിക്കാമെങ്കിൽ അവൾ മുറിവെറുക്കും. പങ്കി ആകെ ഇച്ചിരി ഉള്ളെങ്കിലും അവൾ വയലൻ്റ് ആവും. ഇതേപോലെ തലയിലെങ്ങാണം പിടിക്കാൻ ചെന്നാൽ അവൾ ഓടിക്കും അവനെ. ഇവരൊന്നും ഒരു കുഴപ്പമില്ല, സൈലൻ്റാണ്. പക്ഷെ മോനോടെ ഉള്ളു കേട്ടോ. ഞങ്ങളൊക്കെ ചെന്ന് തലയിലൊക്കെ പിടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ വയറ്റത്തൊന്നും പിടിക്കാൻ നോക്കരുത്. അന്നേരം അവൾ ചിലപ്പോൾ ഒന്ന് നോക്കും. ഇന്നിപ്പം കാക്ക എന്തോ സമയം കഴിഞ്ഞുകൊണ്ടാണെന്ന് അറിയത്തില്ല, പിണങ്ങിയിരിക്കുന്ന പോലെ ചോറ് തിന്നാൻ വരുന്നില്ല. എന്താ ഈ കാക്ക അന്ന് തൊട്ടുള്ളതാണ്. ഞാൻ മിക്കവാറുള്ള വീഡിയോയിലൊക്കെ ഇടുന്നുണ്ട്. ഈ കാക്കയുടെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ പിടിച്ചിട്ടിട്ടുണ്ട്. അയാൾ ചോറുണ്ണാൻ സമയമാകുമ്പോൾ അവിടെ കണ്ടിരിക്കും. ഞങ്ങളെപ്പോൾ ഭക്ഷണമായിട്ട് ചെല്ലുന്നോ അത് രാവിലെ ആയാലും ശരി വൈകിട്ടായാലും ശരി എപ്പോൾ ചെന്നാലും അവിടെ കാണും. അത് നമുക്കൊരു അതിശയം പോലെ അതവിടെ ഉണ്ടെന്നുള്ളത് എപ്പോഴും. ഇവരുമായിട്ട് ലോകിയ ഇവർക്ക് ചോറ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് സമയത്ത് അവിടെ വരും. ഡോണ് പിന്നെ വിശ്രമവേളകൾ ആനന്ദമാക്കാൻ എന്താണ്ട് അവൻ്റെ കൂടുണ്ട്. അവൻ അതിനകത്ത് വന്ന് കയറി കിടക്കും. മഴയായതുകൊണ്ട് പിന്നെ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായി. മഴയൊക്കെ കഴിയാതെ കുളിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ കാക്ക ചോറുണ്ണാനായിട്ടുള്ള പുറപ്പാടില്ല. ഡോണിനൊരു പരിപാടിയുണ്ട്. കാക്ക ചോറ് തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ചെന്ന് പിടിക്കാനായിട്ട് ചെല്ലും. അതുകൊണ്ട് പേടിച്ചവിടെ വയ്ക്കുക. അതുമല്ല കാക്കയുടെ ചോറ് അടിച്ചു മാറ്റി തിന്നുക. അങ്ങനെയുണ്ട് അവൻ്റെ ഈ പരിപാടി. അവർക്ക് തന്നെ പ്രത്യേകം ചോറ് കാക്കയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡെയിലി അയാൾക്കും ഞാൻ ചോറ് പ്രത്യേകം മാറ്റി വെച്ച് കൊടുക്കും. ഇത് അന്ന് തൊട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് എന്തോ അറിയത്തില്ല. ആണ്ടെ ഡോണിനിട്ട് കൊടുത്ത തുണി പങ്കി വലിച്ചങ്ങ് എടുത്തു. പങ്കിക്ക് വേറെ തുണി കൊടുത്തിട്ടുണ്ടെന്നാലും അത് കൈയെത്തി വലിച്ചങ്ങ് എടുത്തെന്നുള്ള ഡോണിന് കൊടുത്തതാണ്. ഇനി അതൊന്ന് വലിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നാളെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പിങ്കിയോ വലിച്ചങ്ങ് എടുക്കും. അവനിതൊന്നും വേണമെന്നില്ല. അവൻ അല്ലാതെ അങ്ങ് കിടന്നോളൂ. തുണിയൊന്നും വേണമെന്നില്ല. ഇത് കണ്ട പിങ്കി തുണിക്കകത്ത് സേഫ്റ്റി ആയിട്ട് കിടന്നു കഴിഞ്ഞു. നാളെ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പാലാക്കോല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കടിച്ചു